الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام عليك يا سيدي يا رسول الله خذ بأيدي قلت حيلتي أدركني الشفاعة هب لنا في القيامة مشفقا وأهلنا إن ضاع يا سيدي خير النبي صلوا الصلاة النبي والسلام على الرسول الشفيع الأبطغي والحبيب العربين. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ പണ്ഡിതന്മാർ, അതുപോലെ തന്നെ മുതഅല്ലിമീങ്ങൾ, അതുപോലെ തന്നെ കമ്മിറ്റി ഭാരവാഹികൾ, അതുപോലെ തന്നെ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന മുഅ്മിൻ മുഅ്മിനാത്തുകൾ, അല്ലാഹു ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, ഏറ്റവും പുണ്യമുള്ള ബറക്കത്തുള്ള മജ്ലിസിലാണ് ഞാനും നിങ്ങളും ഉൾക്കൊള്ളിട്ടുള്ളത്. സഹോദരന്മാരെ, ഈ മജ്ലിസ് അല്ലാഹുവിനെ സ്മരിക്കുന്ന മജ്ലിസാണ്. അല്ലാഹുവിനെ സ്മരിക്കുക എന്നുള്ളത് അത് ഈമാനുള്ള ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ അഡ്രസ്സാണെന്ന് പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, യഥാർത്ഥ ഒരു മുഅ്മിൻ അവൻ ഏത് സമയമെടുത്തു നോക്കിയാലും അവന്റെ നാവിൽ ഉദരുന്ന വാക്കുകൾ അത് അല്ലാഹു അല്ലാഹ് എന്നത് മാത്രമാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞുവല്ലോ, എന്റെ ഖൽബിലെങ്ങാലും അല്ലാഹു അല്ലാത്ത ചിന്ത ഒരു സെക്കൻഡെങ്ങാലും വന്നാൽ ആ സെക്കൻഡിൽ തന്നെ ഞാൻ മുർത്തദ്ദാണെന്ന് പ്രഖ്യാപിച്ച നേതാവാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. സഹോദരന്മാരെ, അതുകൊണ്ട് ഏത് സമയത്തിലും പ്രത്യേകിച്ച് ഒരു തെറ്റിലേക്ക് കടക്കുമ്പോൾ അവിടെ ഞങ്ങൾ വളരെയേറെ പേടിക്കേണ്ടത് ഖാലിഖായ റബ്ബിനെയാണ്. ഏറ്റവും ഓർക്കേണ്ടത് അത് റബ്ബിനെയാണ്. അതല്ലേ പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് പറയാണ്, ഇന്നമൽ മുഅ്മിനൂന, തീർച്ചയായിട്ടും മുഅ്മിനീങ്ങള്, അല്ലദീന, അവർ ഒരു കൂട്ടരാൻ. എന്നിട്ടോ ഇദാ ദുകിറല്ലാഹു വജിലത്തു ഖുലൂബുഹും, അവരതാ അല്ലാഹുവിനെ പേടിച്ചാൽ അതാ
അവരുടെ കൽബ് പെടക്കുകയാ. മാത്രമല്ല അവർ ബോധരഹിതരായി ബോധക്കെട്ടുകൊണ്ട് വീഴുകയാ. അതല്ലേ ബഹുമാനപ്പെട്ട ഗൗസുൽ അഅ്ലം ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. സുബ്ഹാനല്ലാഹ്, മഹാനായ ആ ഗൗസുൽ അഅ്ലമിന്റെ ക്ലാസ്സിലുണ്ടല്ലോ, വഅലിന്റെ സദസ്സിലുണ്ടല്ലോ, അതാ 1,00,000 ചില്ലറ ആളുകൾ പങ്കെടുത്തിരുന്നു. ആ പങ്കെടുത്തത് അത് ചില്ലറ ആളുകളല്ല, അത് പങ്കെടുത്തത് വലിയ വലിയ ഔലിയാക്കന്മാരാ. പക്ഷേ അവർ പങ്കെടുക്കുമ്പോൾ, ആ മജ്‌ലിസിലേക്ക് വരുമ്പോൾ, അതാ അവർ ഹയാത്തിലൂടെയാണ് വന്നത്. തിരിച്ചു പോകുമ്പോൾ അവരതാ അവരുടെ ജനാസയായിട്ടാ അതാ അവരെ കൊണ്ടുപോയത്. കാരണം എന്തേ സഹോദരന്മാരെ, അതാ ഗൗസുൽ അഅ്ലം ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അതാ അല്ലാഹുവിനെ വിഷയം പറയുമ്പോ അതവർക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല, അതവർക്ക് എടുക്കാൻ അവരുടെ ആ ഹൃദയത്തിലേക്ക് അതിനെ സഹിച്ചുകൊള്ളാൻ അതവർക്ക് സാധിച്ചിട്ടില്ല. അത്രയും കണക്കിലെടുത്ത പണ്ഡിതന്മാരാണ് ഔലിയാക്കന്മാര്. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാനും നിങ്ങളും വളരെയേറെ അല്ലാഹുവിനെ ഭയക്കേണ്ടതുണ്ടോ? അതല്ലേ ഇങ്ങനെയുള്ള മജ്‌ലിസ്, അത് അല്ലാഹുവിനെ കൂടുതലായി ഓർക്കുന്ന മജ്‌ലിസാണ്. സുബ്ഹാനല്ലാഹ്, ഒന്നും കൂടി പരിശുദ്ധമായ ഖുർആൻ പറയാണ്, വദ്ദാകിരീനല്ലാഹ കസീറാ വദ്ദാകിറാ. അതേ യഥാർത്ഥ ഒരു മുഅ്മിനിന്റെ അടയാളം അവന്റെ നാവിലൂടെ കൂടുതലായി അല്ലാഹുവിനെ അവൻ സ്മരിച്ചു കൊണ്ടേയിരിക്കുന്നു. അതേ ഒരു മുനാഫിക്കിന്റെ അടയാളം ലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ. അതേ അവനതാ കുറഞ്ഞ സമയമല്ലാതെ അവൻ അല്ലാഹുവിനെ ഓർക്കൂല. ഇത് ഞാൻ പറഞ്ഞതല്ല. അതേ ഇതുവരെ ഒരു വള്ളിക്കും പുള്ളിക്കും ഒരു വ്യത്യാസമില്ലാതെ അന്നും ഇന്നും എന്നും നിലകൊള്ളുന്നവർ അതാ ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിൽ ഖാലിഖായ റബ്ബ് പറഞ്ഞതാണ്. അതല്ലേ സഹോദരന്മാരെ, ഇന്നത്തെ കാലഘട്ടത്തിന്റെ അതേ ആൾക്കാർ അവർക്കതാ അല്ലാഹുവിനെ സ്മരിക്കാനുള്ള നേരമില്ലല്ലോ. ഇത് നിങ്ങളോട് മാത്രമല്ല ഞാൻ പറയുന്നത്, എന്റെ നഫ്സിനോടും ഞാൻ പറയുകയാ. ആദ്യം എന്റെ നഫ്സിനോട് ഞാൻ ഉണർത്തുന്നു. അതേ സഹോദരന്മാരെ, സുബ്ഹാനല്ലാഹ്, ഒരു ഫർള് നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒരു 33 സുബ്ഹാനല്ലാഹ്, അതേ ഒരു 33 അൽഹംദുലില്ലാഹ്, ഒരു 33 അല്ലാഹു അക്ബർ പറയാനുള്ള സമയമില്ലല്ലോ. ഒരു 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനുള്ള സമയമില്ലല്ലോ, നേരമില്ലല്ലോ, തിരക്കാണല്ലോ. സുബ്ഹാനല്ലാഹ്, പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, എടാ മനുഷ്യ, നിന്റെ തിരക്ക് എവിടെ പറയടാ, എവിടെ കാണടാ. സുബ്ഹാനല്ലാഹ്, ഹത്താ സുറുത്തുമുൽ മഖാബിർ, നിന്റെ തിരക്കുണ്ടല്ലോ, നിന്റെ
നിന്റെ മയ്യത്ത് പള്ളിക്കാട്ടില് വെച്ച് പിന്നെ എനിക്ക് തിരക്കില്ല, പിന്നെ നിനക്ക് നിസ്കാരമില്ല, നിസ്കാരത്തിന്റെ കൽപ്പനയില്ല, സിക്റിന്റെ കൽപ്പനമില്ല. നിന്റെ നഫ്സ് കൊതിച്ചാലും അതെനിക്ക് അലൗഡില്ല. നീ കൊതിക്കുന്നു, ഓ റബ്ബേ എനിക്കൊന്നൽപ്പ സമയം തന്നാലോ, വഅകുൻ ഫഅസ്സദ്ദക വഅകും മിനസ് സാലിഹീൻ. ഓ അല്ലാഹ് എനിക്കൊരൽപ്പ സമയം തന്നാ ഞാൻ നിസ്കരിക്കൂ റബ്ബേ, ഞാൻ സ്വതക്ക കൊടുക്കൂ റബ്ബേ. അങ്ങനെ ദാ കൊടുത്തുകൊണ്ട് ഞാൻ സ്വാലിഹീങ്ങളിൽ പെടും റബ്ബേ എന്നതാ നീ പറയുമ്പോൾ അതാ പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് ലാ യുഖിറുല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. നിന്റെ അതാ അവധിക്കറിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് പോലും പിന്തിക്കുന്ന പ്രശ്നമില്ല. സുബ്ഹാനല്ലാഹ്. അതിനെ കുറിച്ചല്ലേ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഈ ഒറ്റ ദിക്റിനെ അതാ പറഞ്ഞുകൊണ്ട് ഉദ്ധരിച്ചുകൊണ്ട് അവിടുത്തെ മഹത്വം പറയുകയാണ്. അതാ വല്ലവർത്തനതാ 33 സുബ്ഹാനല്ലാഹ്, എല്ലാ നിസ്കാരത്തിനിക്ക് ശേഷം 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ. അതേ അതിനെ എണ്ണം 100 പൂർത്തിയാക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ യുഹ്യി വഅലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നതാ അത് പറഞ്ഞുകൊണ്ട് അവസാനിച്ചാൽ സുബ്ഹാനല്ലാഹ് അവന്റെ സർവ്വ പാവങ്ങളും അല്ലാഹു തആല മായിച്ചു കളയുന്നു. വഇൻ കാനത് മിസ്ല സബദിൽ ബഹ്രി. അതേ ആ തെറ്റുണ്ടല്ലോ, അത് ആ തെറ്റുണ്ടല്ലോ അത് കടലിന്റെ നൊറകൾക്ക് തുല്യമായാലും ആ തെറ്റുകളെ അല്ലാഹു തആല മായിച്ചു തരുന്നു. സുബ്ഹാനല്ലാഹ്. എത്ര പുണ്യമുള്ളവർ തസ്ബീഹാണ്, എത്ര പുണ്യമുള്ള, എത്ര ഫലമുള്ള, എത്ര പുണ്യം ലഭിക്കുന്ന ദിക്റാണല്ലോ നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്റുകൾ. അത് പറയാൻ വരെ നമുക്ക് സമയമില്ല. അതല്ലേ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, നിന്റെ മയ്യത്തങ്ങ് ഖബറിൽ വെച്ചാൽ പിന്നെ നിന്റെ എല്ലാം തീർന്നു പോവുകയാണ്, പിന്നെ നിനക്ക് തിരക്കില്ലല്ലോ. അതല്ലേ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, ഓ മനുഷ്യ ഇവിടെ നിന്റെ അതാ ഞാനതാ പടച്ചതുണ്ടല്ലോ, നിന്നതാ തമാശ പറയാൻ വേണ്ടിയല്ല, കളിക്കാൻ വേണ്ടിയല്ല, ചിരിക്കാൻ വേണ്ടിയല്ല. വമാ ഖലഖ്തുൽ ഇൻസ വൽ ജിന്ന ഇല്ലാ ലിയഅ്ബുദൂൻ. അതാ ഞാൻ മനുഷ്യവർഗത്തെയും അതുപോലെ ജിന്നുവർഗത്തെയും ഞാൻ പടച്ചത് ഇല്ലാ ലിയഅ്ബുദൂൻ, അല്ലാഹുവിനിക്ക് ആരാധനം ചെയ്യലല്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ ഞാൻ മനുഷ്യവർഗത്തെയും അതുപോലെ ഇൻസുവർഗ ജിന്നുവർഗത്തെയും ഞാൻ പടച്ചിട്ടില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞുവല്ലോ. സുബ്ഹാനല്ലാഹ്. ഏത് സമയത്തിലും ഔലിയാക്കന്മാർ ചിന്തിക്കുന്നത് അല്ലാഹു അല്ലാഹ്. അതല്ലേ സുബ്ഹാനല്ലാഹ്. ബഹ്ജത്തുൽ അസ്റാറിൽ ഒരു സംഭവം കാണാം. ബഹുമാനപ്പെട്ട ഗൗസുൽ അഅ്ലം ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ ലദീദ് അവിടദാ ഖളാഇന്റെ വിഷയത്തിൽ അൽഹംദുലില്ലാഹ് തങ്ങളവർകൾ കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദു. അല്ലാഹു തങ്ങളവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു നൽകട്ടെ. അവിടത്തെ പിന്നിലായി നിങ്ങൾക്ക് ദീനി ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ, ഭാഗ്യം നൽകട്ടെ.
സഹോദരന്മാരെ, ഞാൻ പറഞ്ഞത് മറക്കല്ലേ. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു തആല സുറഹുൽ അദീദ് അതാ ഖലാഇന്റെ വിഷയത്തിൽ, അല്ലാഹുവിന്റെ ഖലാഇന്റെ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്ന സമയത്തിൽ ഒരു സർപ്പനദാ ഗൗസുൽ ആലമിന്റെ മേൽഭാഗത്തേക്ക് ശരീരത്തിലേക്ക് വീഴുകയാണ്. ആ സമയത്തിൽ അതാ ഗൗസുൽ ആലം പതറില്ല, അങ്ങോട്ടിങ്ങോട്ടു തിരിഞ്ഞില്ല, അതിനെ മൈൻഡ് ചെയ്തില്ല. അവസാനം അതാ ആ സർപ്പനുണ്ടല്ലോ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലമിന്റെ ശരീരത്തിലേക്ക് ചുറ്റുകയാണ്. അതാ എന്നിട്ടും അതാ ഗൗസുൽ ആലം അല്ലാഹുവിന്റെ വിഷയത്തിൽ നിന്ന് ഒരു ഇറ്റ പോലും അണങ്ങില്ല. സുബ്ഹാനല്ലാഹ്. അവസാനമായി തിരിച്ചു പോകുമ്പോൾ ആ പാമ്പത അത് ശൈത്താനായിരുന്നു ആ ഗൗസുൽ ആലമിനോട് പറഞ്ഞത്. ഓ ഗൗസുൽ ആലം, അതേ മഹാനവറുകളെ, ഞാൻ എങ്ങനെയുള്ള കൊമ്പന്മാരെ പോലും അതാ ഞാനതാ വഴി പഴപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെപ്പോലോത്ത ഒരാളെ ഞാൻ കണ്ടില്ല. ഗൗസുൽ ആലം പോലോത്ത അതേ മുഴുവൻ ഔലിയാക്കന്മാരുടെ ചിന്തയുണ്ടല്ലോ, അവരതാ അല്ലാഹുവിനല്ലാതെ അവർക്കൊരു പേടിയില്ല. കാരണം അല്ലാഹുവിനെ അത്രത്തോളം ഭയന്നവരാണ്, അല്ലാഹുവിനെ അത്രത്തോളം പേടിച്ചവരാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇങ്ങനെയുള്ള മജ്‌ലിസുകൾ ഉണ്ടല്ലോ, അതാ അത് ഞങ്ങൾക്ക് വലിയ പുണ്യമുള്ള മജ്‌ലിസുകളാണ്. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്താർ തങ്ങള്, സയ്യിദ് അവറുകള്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, മഹാനവറുകള് സുബ്ഹാനല്ലാഹ് ഈ നാട്ടിലേക്ക് കാലുകുത്തുന്നത് ദിക്റിന്റെ മജ്‌ലിസിന് വേണ്ടി, നേതൃത്വം നൽകാൻ വേണ്ടിയാണ്. എത്ര ഭാഗ്യമല്ലേ സഹോദരന്മാരെ. കാരണം എന്തേ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൽ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? അതാ ഇന്നലില്ലാഹി മലായികതൻ സയ്യാറാ, തീർച്ചയായിട്ടും അല്ലാഹുവിനിക്ക് അതേ മലക്കുകളുണ്ട്. എങ്ങനെയുള്ള മലക്കുകളാ? അവരതാ ചുറ്റി നടക്കുന്ന മലക്കുകളാണ്. അതാ ഒരു കൂട്ട മലക്കുകള് വളരെ രാവിലെ അവർ വരുന്നു, ആ ഭൂമി ലോകത്തിലേക്ക് വരുന്നു. പിന്നെ അവർ വൈകുന്നേരമാകുമ്പോൾ അവർ തിരിച്ചു പോകുന്നു. പിന്നെ വൈകുന്നേരം വേറെ മലക്കുകള്, ഒരു കൂട്ടം മലക്കുകൾ വരുന്നു. അവർക്കുള്ള ഡ്യൂട്ടി എന്താണെന്നറിയോ? യൽതമിസൂന മജാലിസ ദിക്രി. അതേ അവരെ ദിക്റിന്റെ മജ്‌ലിസ് എവിടെയാണെന്നതാ തെരഞ്ഞു നോക്കുന്നു. സുബ്ഹാനല്ലാഹ്. എന്നിട്ടതാ അവർ തിരിച്ചു പോകുമ്പോൾ അല്ലാഹു തആല ചോദിക്കുകയാണ്, ഓ മലക്കുകളെ, എന്റെ അടിമകളുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിക്കുന്ന സമയത്തില് അതാ ആ മലക്കുകൾ പറയുന്നു, അതാ പല വിഭാഗത്തിലും പല ജോലികളിലും അതാ നിന്റെ അടിമകൾ ജോലിയായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള നാട്ടിലതാ നല്ല ദിക്റിന്റെ മജ്‌ലിസിന് വേണ്ടി അവർ തയ്യാറെടുത്തുകൊണ്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോഴതാ മലക്കുകളോട് അല്ലാഹ് പറയാണ്, ഓ മലക്കുകളെ, നിങ്ങളെ സാക്ഷിയാക്കി ഞാൻ പറയാണ്, അവരുടെ സർവ പാവങ്ങള് ഞാൻ പൊറുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ മലക്കുകൾ തിരിച്ചു ചോദിക്കുകയാണ്, ഓ അല്ലാഹ്, അതേ നല്ല മനസ്സോടെ കൂടെ ദിക്റിന് വേണ്ടി ഞാൻ ദിക്ർ എടുക്കുന്നു എന്നുള്ള താല്പര്യത്തോടെ
വന്നാൽ മാത്രമാണോ നീ പുറത്തു കൊടുക്കുന്നത്? അല്ലാതെ അതാ അവരിങ്ങനെ അശ്രദ്ധയോട് കളിക്കാനും ഇങ്ങനെ ചിരിക്കാനും അതുപോലെ എല്ലാരും പോയിട്ടുണ്ടല്ലോ എന്ന് ഞാനും പോവട്ടെ എന്നുള്ള അതേ മനസ്സോടെ വന്നവർക്കും നീ പൊറുത്തു കൊടുക്കുമോ അല്ലാ? അപ്പ അല്ലാഹു പറയുന്നത് അതേ ഞാൻ അവർക്കും പൊറുത്തു കൊടുക്കുന്നു. കാരണം എന്തേ? ആ നല്ലവർ പറഞ്ഞ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് അവർക്കും ഞാൻ പൊറുത്തു കൊടുക്കുന്നു. സഹോദരന്മാരെ, അതുകൊണ്ട് ഏത് സമയത്തിലും അല്ലാഹു അല്ലാഹ് എന്നുള്ള ചിന്ത ഞങ്ങളെ കൽബിൽ വേണം. ഞാൻ എന്റെ സംസാരം കൂടുതലായി നീട്ടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതേ ബഹുമാനപ്പെട്ട ശൈഖ് മഖ്ദൂം റളിയല്ലാഹു അൻഹു മുറിഖാത്തുൽ ഖുലൂബ് എന്ന ഗ്രന്ഥത്തില് ഒരു വിഷയം പറയാണ്. ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു. അതിലതാ അവസാനം രണ്ട് ദിക്ർ രണ്ട് അതേ വിഷയം പറയാണ്. അതെന്താണെന്നറിയോ? فأما الذين أن تذكرهما فالله والموت. ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനതാ 4000 അമ്പിയാക്കന്മാരെ 4000 കൊല്ലം ഞാനതാ ഖിദ്മത്ത് എടുത്തിട്ടുണ്ട്. അതിലതാ ഞാൻ 8 കലിമത്തുകള് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതിൽ അവസാനത്തെ 2 വരികൾ മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. അതിലതാ ഇത് ഞങ്ങളുടെ മനസ്സിലേക്ക് കുത്തിവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഫഅമ്മല്ലദാനി അൻതദ്കുറഹുമാ ഫല്ലാഹു വൽ മൗത്ത്. 2 കാര്യങ്ങൾ അത് എപ്പോഴും ഓർത്തുകൊണ്ടേ ഇരിക്കണം. അത് ഒന്ന് അല്ലാഹു എന്നുള്ളത് ഏത് വിഷയത്തിലോ ഏത് സമയത്തിലോ അല്ലാഹു എന്നുള്ള ചിന്ത ഞങ്ങളെ കൽബിൽ നിന്ന് ഊരിപ്പോകാൻ പാടില്ല. അത് ഞങ്ങളെ കൽബിൽ നിന്ന് അതാ ഇല്ലാതെ ആകാൻ പാടില്ല. പ്രത്യേകിച്ച് തെറ്റിലേക്ക് കടക്കുമ്പോൾ ഞാൻ പറയട്ടെയോ, ബഹുമാനപ്പെട്ട സക്കറിയൽ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി അതേ പ്രായമുള്ള സമയത്തിൽ പോലും നിന്ന് നിസ്കരിച്ചുകൊണ്ട് അതേ ശിഷ്യന്മാര് ബാക്കിലതാ നിൽക്കുകയാണ്. ഉസ്താദ് താഴേക്ക് വീണാലോ എന്നിട്ടതാ ശിഷ്യന്മാര് ചോദിക്കാണ്, അല്ലയോ ഉസ്താദേ, നിങ്ങൾ ഇത്ര പ്രായമായിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ഇരുന്ന് നിസ്കരിക്കാനുള്ള അതേ സബബുണ്ടല്ലോ, കാരണമുണ്ടല്ലോ, എന്നിട്ടെന്തേ നിങ്ങൾ ഇങ്ങനെ നിന്ന് നിസ്കരിക്കുന്നത്? ഇത്രയും പ്രയാസപ്പെട്ടിട്ട് നിന്ന് നിസ്കരിക്കാനുള്ള കാരണം എന്താ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സക്കറിയൽ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ട ഇന്നത്തെ ഷാഫി മദ്ഹബിന്റെ ഏറ്റവും അവസാനത്തെ വാക്കായ തൂഫ എന്നുള്ള ഗ്രന്ഥത്തിന്റെ അതാ രചയിതാവായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉസ്താദും കൂടിയാണ്. സുബ്ഹാനല്ലാഹ്, മഹാനവറുകളുടെ മറുപടി എന്താണെന്നറിയോ? അതാ നാളെ ആഖിറത്തില് പരലോകത്തില് എന്റെ കയ്യിലതാ എനിക്കുള്ള ഏട് തന്നപ്പോൾ അതെ എന്റെ കിതാബിന്റെ അവസാനത്തില് സ്വല്ലാ സക്കറിയൽ അൻസാരിയു ഖായിദാ, അതേ സക്കറിയൽ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി
അതാ ഇരുന്ന് നിസ്കരിച്ചതാ എന്നതാ എനിക്ക് നോക്കലുണ്ടല്ലോ, ഞാനത് ലജ്ജിക്കുന്നു എന്ന് പറഞ്ഞ മഹാനാണ് ബഹുമാനപ്പെട്ട സക്കരിയ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി. അവർ ഓർത്തതുപോലെ അവർ എല്ലാ സമയത്തിലും ഓർത്തതുപോലെ നമുക്ക് അവരത്രൊന്നും കഴിയുകയില്ലെങ്കിലും പരമാവധി അല്ലാഹുവിനെ ഓർക്കണേ. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം സുബ്ഹാനല്ലാഹ്, ഇത് ഞാൻ പറയേണ്ടതില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, ഇത് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഒരു മരണമെന്ന് പറഞ്ഞാ അതേ ഈ അടുത്ത് ഞങ്ങൾ കേട്ടതാണല്ലോ ഫാളിലി ഉസ്താദിന്റെ മരണം. അതുപോലെ തന്നെ ഇവിടെ നമ്മളെ ബഷീരിച്ചാന്റെ സഹോദരിയുടെ മരണം വല്ലാതെ മനസ്സ് കുലുക്കിയ ഒരു മരണമാ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കാവല് നൽകണേ അല്ലാഹുവേ. ഞങ്ങളെ പെട്ടെന്നായി വിളിച്ചുകൊണ്ട് ഞങ്ങളെ മക്കളെ നീ യതീമാക്കല്ലേ അല്ലാ. സുബ്ഹാനല്ലാഹ്, ഫാളിലി ഉസ്താദിന്റെ ഇന്നും ഇശാഇനിക്ക് മുമ്പ് ഞാനതാ ഒരു വീഡിയോ നോക്കി. പിഞ്ചോമന കുട്ടികളാ, അവർക്ക് ബാപ്പ എന്ന് വിളിക്കല് ബാപ്പമില്ലല്ലോ. അതല്ലേ ബഹുമാനപ്പെട്ട ശൈഖ് മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ബിഹുജൂമി മൗതിൻ വത്തഹസ്സുരി വൽബിലാ. ഓ മനുഷ്യ, പെട്ടെന്നുള്ള മരണമുണ്ടല്ലോ. എങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണ? അതേ ഖേദമുണ്ടാക്കുന്ന, നഷ്ടമുണ്ടാക്കുന്ന മരണമുണ്ടല്ലോ. പെട്ടെന്നുള്ള മരണത്തിനെ തൊട്ട് ആ ചിന്ത നീ വെടിയരുത് എന്ന് ശൈഖ് മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഓ സഹോദരന്മാരെ, എന്റെ നഫ്സിനോടും നിങ്ങളോടും ചോദിക്കട്ടെ, ആ ഫാളിലി ഉസ്താദ് ളുഹുർ നിസ്കരിക്കുമ്പോ ഇത് എന്റെ അവസാനത്തെ നിസ്കാരമാണെന്ന് അയാൾ കരുതിയിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ ചോദിക്കട്ടെ, അയാളതാ ആ ജോലിയില് ആ പേരമുകരുന്ന പള്ളിയിലേക്ക് കയറുമ്പോ ഇവിടെ എന്റെ റൂഹ് പിടിക്കുമെന്ന്, ഇവിടെ എന്റെ ജനാസം കുളിപ്പിക്കുമെന്ന് ആ ഫാളിലി ഉസ്താദ് കരുതിയിട്ടുണ്ടോ? ചിലപ്പോ രണ്ടാഴ്ചയോ ഒരാഴ്ചയോ മുമ്പ് നാട്ടിലേക്ക് പോയിക്കൊണ്ട് ഭാര്യയോട് മക്കളോട് പറഞ്ഞുകൊണ്ട് വരട്ടെയോ, ഇനി നെക്സ്റ്റ് ആഴ്ച കാണാമെന്ന് വന്നിട്ടുണ്ടാകാ. ആ ഫാളിലി ഉസ്താദ് വിചാരിച്ചിരുന്നു, ഇന്ന് ഞാൻ ജീവനോടെ കൂടെയല്ല പോകുന്നത്, ആംബുലൻസിലൂടെ എന്റെ മയ്യത്താണ്, എന്റെ ജനാസമാണ് കൊണ്ടുപോകുന്നതെന്ന് ആ ഫാളിലി ഉസ്താദ് കരുതിയിട്ടുണ്ടോ? വല്ലാത്തൊരു മരണമാ. അതുകൊണ്ട് സഹോദരന്മാരെ, പിന്നതാ ചോദിക്കട്ടെ, എത്ര ശിഷ്യഗണങ്ങളെയാണ് യതീമാക്കി പോയത്? ആ ശിഷ്യന്മാരുടെ ആ കരച്ചില് കേൾക്കുമ്പോ അത് സഹിക്കാവയ്യ. അല്ലാഹുവേ, ഫാളിലി ഉസ്താദിന്റെ ദറജ നീ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. അവിടുത്തെ ഖബർ നീ സന്തോഷമാക്കണേ അല്ലാഹ്. അതുകൊണ്ട് നിങ്ങളോടും എന്റെ നഫ്സിനോടും പറയട്ടെ, ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറയാണ്, മരണത്തെ നീ ഏത് സമയത്തിൽ ഓർക്കണേ.
സുബ്ഹാനല്ലാഹ്, അതാ ഈ അടുത്ത് ഞങ്ങളതാ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിലൊരു സഹോദരി, അതാ 35 വയസ്സുള്ള സഹോദരി മരണപ്പെട്ടില്ലയോ? 2 മക്കളെ അതാ അവർക്ക് ഉമ്മയില്ലാതെ ആക്കി ആ സഹോദരി പോയല്ലോ. ആ കബറിന്റെ ചാരത്ത് ബാപ്പാനെ അണക്കിപ്പിടിച്ചുകൊണ്ട് ആ ചെറിയ മകൻ പറയുന്നു, ആ മയ്യത്ത് ജനാസ താഴെ കബറിലേക്ക് വെക്കുന്ന സമയത്തില് ഞാൻ അവിടെ ഉണ്ടായിരുന്നു, എനിക്കത് സഹിച്ചില്ല. സുബ്ഹാനല്ലാഹ്, ആ മകനുണ്ടല്ലോ ബാപ്പാനെ അണക്കിപ്പിടിച്ചുകൊണ്ട് മകനതാ കരയുന്നു. ഓ ബാപ്പാ, എനിക്ക് ഉമ്മ വേണം ബാപ്പാ, എനിക്ക് ഉമ്മ വേണം ബാപ്പാ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഞാൻ പറയട്ടെ, ഇന്നവരതാ ബാംഗ്ലൂരിലേക്ക് ചിലപ്പോ പോയിട്ടുണ്ടാകാം. ആ വീട്ടിലതാ ഉമ്മാന്റെ ഡ്രസ് നോക്കുമ്പോ, ഉമ്മാന്റെ ചെറുപ്പ് നോക്കുമ്പോ ആ കുട്ടികൾക്കത് എന്തെന്നില്ലാത്ത ഓർമ്മയാണ്, എന്തെന്നില്ലാത്ത വിഷമമാണ്. അല്ലാഹുവേ, ആ കുടുംബത്തിനിക്ക് നീ സമാധാനം നൽകണേ അല്ലാ. അവിടുത്തെ ഖബർ നീ വെളിച്ചമാക്കണേ അല്ലാ. ആ സഹോദരിയുടെ ഖബർ നീ പ്രകാശപൂരിതമാക്കണേ അല്ലാ. ഈ പള്ളി ചുറ്റുവശത്തിൽ ആരൊക്കെ മറപ്പെട്ട് കിടക്കുന്നുണ്ടോ അവരുടെ ഖബറുകൾ നീ സ്വർഗമാക്കണേ അല്ലാ. ഞങ്ങളെ താജുൽ ഫുഖാ ബേക്കൽ ഉസ്താദിന്റെ ദറജ നീ ഉയർത്തി കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, ഒന്ന് ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കണേ. ഹറാമു നോക്കല്ലേ, ഹറാമു ചെയ്യല്ലേ. അതാ പിന്നെയും അതാ ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ആവർത്തിക്കുകയാണ്, ഒന്നതാ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം അത് അല്ലാഹുവാണ്. രണ്ടാമത്തെ കാര്യം മരണമാണ്. ഇന്ന് 2 കാര്യത്തെ നീ അതാ എപ്പോഴും മറക്കണേ. ഫഅമ്മല്ലദാനി അൻ തൻസാഹുമാ ഫഇഹ്സാനുക ഫീ ഹഖ്ഖിൽ ഗൈർ വസയ്യിആത്തുൽ ഗൈരി ഫീ ഹഖ്ഖിക. അതേ 2 കാര്യം നീ അത് എപ്പോഴും മറന്നു കളയണേ. ഒന്നാമത്തേത്, മറ്റൊരുത്തനിക്ക് ചെയ്ത ഉപകാരമുണ്ടല്ലോ, അത് നീ ഒരു നിലക്കും അതാ അതിനെ എടുത്തു പറയാൻ പാടില്ല. രണ്ടാമത്തേത്, അതാ മറ്റൊരുത്തനിക്ക് വല്ല ബുദ്ധിമുട്ടു ചെയ്താ അതിനെ നീ ഉണ്ടല്ലോ, അതേ അതെപ്പോഴും നീ പറഞ്ഞു നടക്കാൻ പാടില്ല. അത് നീ വിട്ടുവീഴ്ച നൽകണം. അത് നിന്റെ ഈമാൻ ശക്തിപ്പെടാൻ അത് ഏറ്റവും വലിയ കാരണമാ. ഞാൻ പറഞ്ഞതല്ല, കൽബിന്റെ അകത്തുളത്തില് കുത്തിവെക്കണേ. അവസാനമായി ഞാനതാ ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് നിർത്തുകയാ. ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹാ എല്ലാ സമയത്തിലും അല്ലാഹുവിനെ ചിന്തിച്ച മഹ്ദിയാൻ. തങ്ങളവറുകൾ ഞങ്ങളെ സ്റ്റേജിലേക്ക് കടന്നു വരികയാണ്. طلع البدر علينا من ثنيات الوداع وجب شكر علينا ما دعا لله داع. الله أكبر الله أكبر الله أكبر الله أكبر ولله الحمد. സയ്യിദ് അവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആ സയ്യിദ് അവരുടെ പിന്നിൽ ഞങ്ങൾക്ക് ദീനി ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു
അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് ഞങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞ ഈ ചെറിയൊരു സംഭവം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ ഏത് സമയത്തിലോ അതേ അല്ലാഹുവിനെ ചിന്തിച്ച മഹദിയാണ്. സുബ്ഹാനല്ലാഹ്, അതേ കല്യാണത്തിന്റെ രാത്രിയിൽ പോലും, ആദ്യ രാത്രിയിൽ പോലും ആ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ പൊട്ടിക്കരയുന്നു. സുബ്ഹാനല്ലാഹ്, പ്രിയ അതേ ഭർത്താവായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാ, അല്ല ഫാത്തിമ, ഇന്ന് ഞങ്ങൾ സന്തോഷിക്കേണ്ട രാവാണല്ലോ, ഇന്ന് സന്തോഷിക്കേണ്ട രാത്രിയാണല്ലോ, പിന്നെന്തിനാണ് അതാ സന്തോഷിക്കേണ്ട ഈ രാത്രിയിൽ പൊട്ടിക്കരയാനുള്ള കാരണം എന്ന് ചോദിക്കുമ്പോ ആ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞത് എത്ര ഭയാനകമാ. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രിയ ഭർത്താവായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ഓ ഭർത്താവേ, ഇന്നതാ ഈ കല്യാണത്തിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങില്ലയോ, ഞങ്ങൾ സ്വന്തമായി ഒരുങ്ങിയതല്ലേ, നാളെതാ മരിച്ചതിനിക്ക് ശേഷം ഞങ്ങൾ അതാ ഒരുങ്ങിപ്പിക്കാനുണ്ടല്ലോ. കഫൻ പുടമെന്ന വസ്ത്രത്തില് ഞങ്ങളതാ ഇന്ന് ഞങ്ങൾ വസ്ത്രം ധരിച്ചതാണെങ്കിൽ നാളെതാ ഞങ്ങൾ ആ കഫൻ പുടമെന്ന വസ്ത്രം ധരിപ്പിക്കാനുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, ഇന്ന് ഞങ്ങൾ സ്വയം കുളിച്ചില്ലയോ, നാളെ മരിച്ചതിനിക്ക് ശേഷം ഞങ്ങളെ മയ്യത്ത് അതാ കുളിപ്പിക്കാറില്ലയോ, തീർന്നില്ലല്ലോ. ഇന്ന് ഞങ്ങളതാ ഈ റൂമിലേക്ക് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നുള്ള തക്ബീറോട് ഈ റൂമിൽ ഞങ്ങളെ കൂടിച്ചതുപോലെ കൊണ്ടാക്കിയതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് പള്ളിക്കാട്ടാകുന്ന ആ 6 അടി മണ്ണാകുന്ന കബറിലേക്ക് കൊണ്ടുപോകാറില്ലേ? അതിനല്ല ഞാൻ കരഞ്ഞത്. സുബ്ഹാനല്ലാഹ്, ഓ പ്രിയ ഭർത്താവേ, ഇന്ന് എന്റെ കൂടെ നിങ്ങളുണ്ടല്ലോ, ഇന്ന് ഈ റൂം ഇരുട്ടത്തില് എന്റെ കൂടെ നിങ്ങളുണ്ടല്ലോ. നാളെ 6 അടി മണ്ണാകുന്ന കബറില് ആരുമില്ലല്ലോ, നിങ്ങളില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്ക് കിടക്കേണ്ട ഭർത്താവേ എന്ന് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നതെന്ന് ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹ അത്രമാത്രം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പാപികളായ ഞാനും നിങ്ങൾ എത്രത്തോളം ഓർക്കണമെന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടതാ. അല്ലാഹുവേ, ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നല്ല ഖൽബ് നൽകണേ അല്ലാ, നിന്റെ ഓർക്കുന്ന ഖൽബ് നൽകണേ അല്ലാ. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുകൊള്ളണേ അല്ലാ. അല്ലാഹുവേ, പെട്ടെന്നായി മരിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ മക്കളെ നീ യതീമാക്കല്ലേ അല്ലാ, ഭാര്യമാരെ വിധവയാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, മരണം ഖൈറാകുന്ന സമയത്തിൽ നിന്റെ വജ്ഹിനെ കണ്ടുകൊണ്ട്, സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട്, വസിയത്ത് പറഞ്ഞുകൊണ്ട് ഹക്കടപാടുകളെല്ലാം അത് നിന്റെയോ അതേ അടിമകളുടെ ഹക്കടപാടുകളെല്ലാം തീർത്തുകൊണ്ട് പുഞ്ചിരിച്ചില്ല ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഞങ്ങളേവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്നുള്ള പരിശുദ്ധമായ ഖുർആനിന്റെ വാക്യത്തിലൂടെ ഈ വേദിയെ ഉദ്ഘാടനം ചെയ്തു നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.